ഞാൻ ഇതുവരെ കഴിച്ചിട്ടുള്ള പായസങ്ങളുണ്ട് ഏറ്റവും ടേസ്റ്റി ഈ പായസമാണെന്ന് ഞാൻ പറയും, ഒരു ഡൗട്ടുമില്ല. എന്തായാലും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയിട്ട് തീരുമാനിക്ക്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണും കേട്ടോ. ഹലോ, വെൽക്കം ടു സജീസ് ഇന്നോവേഷൻസ്. ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ്. നമ്മുടെ നാട്ടിലെ ഗൗരി ഗാത്രം എന്നും ചെന്തെങ്ങെന്നും അറിയപ്പെടുന്ന ഒരു തെങ്ങിലെ ഇളനീരാണ്. അപ്പോൾ ഈ ഇളനീര് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത പറമ്പിൽ ഉണ്ടായതാണ്. അവിടുന്ന് ഒരാളെ കൊണ്ട് വെട്ടിച്ചെടുപ്പിച്ചാട്ടോ, അവരോട് ചോദിച്ചിട്ടെടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ ഇതും കൊണ്ട് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന നിങ്ങൾ തമിഴിൽ കണ്ടതുപോലെ ഒരു കിടിലൻ പായസമാണ്. അത് ഇളനീർ പായസമാണ്. ഒരു പുഡിംഗ് കൂടി ഉണ്ടാക്കേണ്ട പരിപാടി ഉണ്ട്, ഞാൻ പിന്നെ കാണിക്കാം. എന്തായാലും ഇത്തവണ നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന ഇളനീര് കൊണ്ടുള്ള ഒന്നാം തരം പായസമാണ്. അപ്പോൾ ഇതാദ്യം കൊണ്ടുപോയിട്ട് ഒന്ന് വെട്ടി വൃത്തിയാക്കിയിട്ട് ഇതിനെ കഴമ്പൊക്കെ നിർത്തിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക്. ഇത് പലവിധ പരിപാടികളുടെ ഒടുവിൽ നമ്മൾ നമ്മുടെ നാളികേരമായിട്ട് കിച്ചണിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് 2 സെറ്റ് ഓഫ് നാളികേരം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് നാളികേരം പൊട്ടിക്കുമ്പോൾ അറിയാൻ പറ്റും, അതിൻ്റെ ഒരു സൈഡ് കുറച്ച് ഹാർഡായിരിക്കും, മറ്റേ സൈഡ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഞാൻ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ഹാർഡായിട്ടിരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അതിനൊരു മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് വേറൊരു സെക്ഷനോട് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് സോഫ്റ്റ് ആകണ്ടോ, ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്ക് എത്രയും മുറ്റാനും പാടില്ല ശരിക്കും നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ. ഇതൊക്കെ കണ്ടോ. അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ളതിന് നമ്മൾ അട പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത്, കുറച്ച് ചെറുതായാലും കുഴപ്പമില്ല, ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ മിക്സിക്ക് അടിക്കുമ്പോൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഞാൻ നാളികേരത്തിൻ്റെ വെള്ളം തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഈ 2 പരിപാടിയും ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ നാളികേര പായസത്തിനുള്ള ഐറ്റംസ് ഒക്കെ സെറ്റാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഒരു സെറ്റ് നാളികേരം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് അട പോലെയൊക്കെ വെച്ചിട്ടുണ്ട്, നമ്മുടെ അരിയട പോലെ ഉണ്ട്. ആൻഡ് മറ്റേ സെറ്റ് മിക്സിക്ക് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും അറിയില്ല, ശരിക്കും 4 നാളികേരമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 4 എടുത്തപ്പോൾ ഇത്രയും കിട്ടിയത്. അത്യാവശ്യം ചെറിയ നാളികേരമായിരുന്നു. നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് എടുക്കുക. കപ്പിൻ്റെ അളവിൽ പറയുകയാണെങ്കിൽ ഇതൊരു 1.5 കപ്പ് വീതം ഉണ്ട് രണ്ടും. അതായത് 240 ml കപ്പിൽ 1.5 കപ്പ് വീതം രണ്ടും എടുത്തിട്ടുണ്ട്. പ്ലസ് ബാക്കി ഐറ്റംസ് ഒക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ഐറ്റംസ് മതി കേട്ടോ. കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്, നെയ്യ്. ഈ കാഷ്യൂനട്ടും നെയ്യും തികച്ചും ഓപ്ഷണലാണ്. അതുപോലെ കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്, ഇതും ഓപ്ഷണലാണ്. പഞ്ചസാര മാത്രമാണെങ്കിൽ അങ്ങനെ ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഇതൊരു 200 ഗ്രാം ഷുഗർ എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതൊരു സ്വീറ്റ് കെയർ എന്ന് പറയുന്ന ഒരു ലോ GI ഷുഗറാണ്. കൺട്രോൾസ് റൈസ് ഇൻ ബ്ലഡ് ഷുഗർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഇങ്ങനത്തെ സ്വീറ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ ഈ ലോ GI ഷുഗർ ഉപയോഗിക്കണം. അത്യാവശ്യം ഷുഗർ പേഷ്യൻസിനും ധൈര്യമായിട്ട് കഴിക്കാം, അതുകൊണ്ടാട്ടോ. പിന്നെ ഞാൻ പാലെടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടെ വേണം. തേങ്ങാപ്പാൽ ഒരു മുറി തേങ്ങയുടെ പാലെടുത്താൽ മതി. 1-ാം പാല് 2-ാം പാലൊന്നും വേണ്ട, ഒരു പാല് തന്നെ എടുത്താൽ മതി. എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ പാല് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ. എപ്പോഴും ചുവട് കട്ടിയുള്ള ഉരുളി എടുക്കുക കേട്ടോ പായസം ഉണ്ടാക്കാൻ. ഇത് 1 ലിറ്റർ പാലാണേ. ഇതിലേക്ക് ഈ ഷുഗർ ഇട്ട് കൊടുക്കുകയാണേ. ഇത് 200 ഗ്രാമാണേ. സ്റ്റൗ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. ശരിക്കും ഇതിൽ ഐറ്റംസ് കുറച്ച് മതിയെങ്കിലും കുറച്ച് ടൈം എടുക്കുന്നത് ഈ പാലിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാനാണ്. പാൽ തിളപ്പിക്കുന്നല്ല, പാൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട്, നമ്മളെടുത്തപ്പം 1 ലിറ്റർ അല്ലേ, ഇത് ഏകദേശം ഒരു 1/2 ലിറ്റർ ആകുന്നത് വരെ കുറുക്കിയെടുക്കണം കേട്ടോ. ഒന്ന് തിക്കായി വരണം പാല്. അപ്പോൾ അത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. അതിനുശേഷം നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പശുവും പാല് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്, ഏകദേശം പകുതി ആയിട്ടുണ്ട് കുറുകിയിട്ട്. നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഈ സമയത്ത് ഒരു 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കുന്നത്. കണ്ടൻസ്ഡ് മിൽക്കിന് പകരം മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അത് ചേർക്കാം. നമുക്കൊരു 1/2 കപ്പ് ചേർത്തിട്ട് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ അടി കൊടുത്താൽ മതി. കാരണം നമ്മൾ ഓൾറെഡി 200 ഗ്രാം പഞ്ചസാര ഇട്ടിട്ടുണ്ട്. 1/2 കപ്പ് ചേർക്കാം കേട്ടോ. ചെയ്യുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഒഴിക്കാൻ പോകുന്നത് 2 കപ്പ് തേങ്ങാപ്പാൽ. 1/2 മുറി തേങ്ങ ശരിക്കും മിക്സി കഴിച്ച് നന്നായിട്ട് പിഴിഞ്ഞെടുത്താണ്. അത് പിഴിഞ്ഞെടുക്കുമ്പോഴും അതിലേക്ക് ഇളനീരിന്റെ വെള്ളം ആവശ്യം കൊടുക്കാം. അതിലൊരു മധുരം കൂടി ഉണ്ടാവും. ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ഫ്ലെയിം പരമാവധി കുറച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് 2 സാധനം നേരത്തെ വെച്ചിട്ടുണ്ട്. നമ്മൾ മിക്സിക്ക് അടിച്ച ആ ഇളനീരിന്റെ കഴമ്പുണ്ടല്ലോ, അത് കൊടുക്കാം. ഈ നമ്മൾ പാല് തിളപ്പിച്ചെടുക്കുന്ന അത്ര സമയം മാത്രമേ അധികം വരുള്ളൂ, ബാക്കിയെല്ലാം ഭയങ്കര ഈസിയാണ്. ഇനി ഇതിലേക്ക് ഇളനീരിന്റെ കഷ്ണങ്ങൾ നമ്മൾ അരിഞ്ഞിട്ടേ. കുറച്ച് അധികം സമയം വെക്കണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് വെക്കണം, അല്ലെങ്കിൽ കളർ ചേഞ്ച് ഉണ്ടാവും. നമ്മുടെ ഇളനീർ പായസം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 നുള്ളി ഏലക്കാപ്പൊടി ചേർക്കണം. മക്കൾക്ക് ഇഷ്ടമില്ലാത്തതാണ് ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. അപ്പൊ നമ്മൾ ഇളനീരൊക്കെ ആഡ് ചെയ്തതിനു ശേഷം ഒത്തിരി അങ്ങോട്ട് തിളപ്പിക്കേണ്ട, ഒന്ന് ചൂടായാലും മതി കേട്ടോ. അപ്പൊ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയും തിക്നെസ് കൂടണം എന്ന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂവപ്പൊടി
കൂവപ്പൊടി കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ ഹെൽത്തിയുമാണ്, ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും, അത്യാവശ്യം തിക്നെസ്സും കിട്ടും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഓഫ് ചെയ്തിട്ട് ഇനി ഒരു പരിപാടി കൂടെ ബാക്കിയുണ്ട്, അതും ഓപ്ഷണലാണ്, അതുകൂടെ നോക്കാം. ഞാനൊരു ചെറിയ പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് നെയ്യ് ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതി, നെയ്യുടെ മണം ഇഷ്ടമുള്ളവർ മാത്രം. അപ്പൊ ഇതിന്റെ മധുരത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അത്യാവശ്യം നോക്കിയിട്ട് മധുരമുണ്ട്. ഇനി എക്സ്ട്രാ മധുരം വേണം കുറച്ചും കാര്യം നോക്കാം. ആവശ്യത്തിലാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ് മിൽക്ക് ഇല്ലാത്ത സാധനം ചെയ്യാതിരിക്കാൻ പറ്റും. പഞ്ചസാര മാത്രം ഉപയോഗിച്ചാൽ നമ്മുടെ നെയ്യ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കാഷ്യൂനട്ട് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇത് ഒത്തിരി മൂക്കണ്ട കേട്ടോ, ഇത്രയും മതിയെ. എടുത്തിട്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഇളനീർ പായസം സാധാരണ നമ്മൾ പായസം ചൂടോടെ കുടിക്കുക ചെയ്യും. ഇതിന് ശരിക്കും ടേസ്റ്റ് കിട്ടുന്നത് ശരിക്കും തിളപ്പിച്ച് തരും കുടിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യേണ്ടത് കുറേ സമയം നിൽക്കുക. അത് റൂം ടെമ്പറേച്ചറിലേക്ക് തണുത്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രിഡ്ജിൽ ഒരു 1 മണിക്കൂർ വെച്ചിട്ട് കുടിച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ എന്തായാലും ഇളനീർ പായസത്തിന്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ഫ്രം സജീഷ്.